ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ഓരോ ദിവസത്തെയും സത്സംഗം ഭഗവാൻ അനുവദിച്ചു തരുന്ന ആ കാരുണ്യത്തിൻ്റെ അനുഭവം തന്നെയാണ്. പഴയതുപോലെ എല്ലാ ദിവസവും നമുക്ക് സത്സംഗത്തിലിരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും എല്ലാവരും എപ്പോഴും സത്സംഗത്തിൽ തന്നെയാണെന്ന് നിങ്ങളുടെയൊക്കെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വീട്ടിലെ അനിയൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കല്യാണമൊക്കെ നന്നായി നടന്നു. ഗുരുവായൂർ വച്ചിട്ടായിരുന്നു കല്യാണം. തിരുവനന്തപുരത്ത് അവരുടെ മോളെ കല്യാണം കഴിച്ച കുട്ടിയുടെ വീട് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയുണ്ടായി. അവിടെ ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാനായിട്ട് സാധിച്ചു. അത്രയും മനോഹരമായൊരു ദർശനം അവിടെ ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തിരക്കൊക്കെ കാരണം കൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കാണാണ്ടിരുന്നത്. എന്നാലും എല്ലാവരും എപ്പോഴും ആ നാമജപത്തിൻ്റെയും സത്സംഗത്തിൻ്റെയും ഒക്കെ ആ ഒരു പവർ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് പലരുടെയും മെസ്സേജ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പലരും എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജുകൾ അയക്കാറുണ്ട്. അമ്മ അത് പറയണം പ്രേമ പുഷ്പാഞ്ജലിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ ശരിയാവുമോ എന്ന് എനിക്കൊരു തോന്നലാണ്. ഭഗവാന്റെ കഥ പറയണ പോലെയോ നാമം ജപിക്കണ പോലെയോ അല്ല. ഭഗവാന്റെ കഥ പറയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് നമ്മളിങ്ങനെ പറയണു. നാമം ജപിക്കുമ്പോഴും അങ്ങനെ. പക്ഷേ വേറൊരു കാര്യം പറയുമോ എന്ന് പറയുന്ന ഞാനായിട്ട് പറയാനിരിക്കുമ്പോൾ അത് ശരിയാവുമോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് വോയിസ് മെസ്സേജായിട്ട് പറയൂ. അവരവരുടെ അനുഭവം അവരവർ തന്നെ പറയുമ്പോഴല്ലേ എന്ന്. പക്ഷേ പലരും അങ്ങനെയല്ല, അമ്മ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അനുഭവങ്ങൾ അയച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ അയച്ചു തന്ന ഒരു അനുഭവം ഇവിടെ നമുക്ക് പങ്കുവയ്ക്കാം. അതിനുശേഷം നമ്മളുടെ പ്രേമ പുഷ്പാഞ്ജലിയിൽ തന്നെ ഉള്ള ഒരു ജയശ്രീ അമ്മ ഒരു കഥ എഴുതി അയച്ചു തന്നു. ഈ കഥയൊന്ന് അമ്മ പറയണേ, കണ്ണൻ്റെ കഥയാണെന്ന് പറഞ്ഞ മനോഹരമായ കഥ. അത് എനിക്കൊരുപാട് സന്തോഷമായി കഥ എഴുതി അയച്ചു തന്നപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ഇതുപോലെ കഥകൾ നിറയട്ടെ, ആ കഥകളിലൂടെ കൃഷ്ണാനുഭവം ഉണ്ടാവട്ടെ, കഥ കാര്യമായി തീരട്ടെ, ഈശ്വരാനുഭവം ഉണ്ടാവട്ടെ എന്നുള്ള സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് അനുഭവം പങ്കുവയ്ക്കാം. അതും ധാരാളം പേര് ഇവരെന്നോട് പലതവണ ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. എനിക്ക് ഓർമ്മ കിട്ടണില്ല. പലരും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ അനുഭവങ്ങൾ നമ്മളോട് പറയാറുണ്ട്, നാമജപത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു അനുഭവത്തിൻ്റെ പിന്നിൽ അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു നാമജപവും പൂർണ്ണമായിട്ടുള്ള സമർപ്പണവും ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാവും എന്നുള്ള ഉറച്ച മനസ്സും എല്ലാം കൂടിയിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടായതെന്നാണ് എനിക്കിതൊക്കെ ഇങ്ങനെ വായിച്ച് കേട്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ എന്തായാലും ആ അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാം. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് 4 മണി മുതൽ നമ്മുടെ മുല്ലോർലി തേവരുടെ മുമ്പിൽ
പ്രശ്നവിധി പ്രകാരമുള്ള പൂജകൾ ദേവീയ കലശമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 29-ാം തീയതി തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണോട്ടാണ് 29-ാം തീയതി. അപ്പോൾ ആ തിരുവോണോട്ടുണ്ട് അന്നാണ് സമർപ്പിക്കണേ. നമ്മളെല്ലാവരും കൂടിയിട്ട് സമർപ്പിക്കണേ. ഭഗവാന്റെ വെള്ളിയുടെ ആ മുഖം, തിരുമുഖവും അതോട് അനുബന്ധിച്ചിട്ട് തന്നെയുള്ള ആ കിരീടവും കൂടിയിട്ട് അന്നേ ദിവസം ലഭിക്കും. അത് ചാർത്താൻ സാധിക്കും എന്നാണ് അമ്പലത്തിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ മിക്ക ദിവസം അമ്പലത്തിൽ നാമജപം ഉണ്ടാവും. പറ്റുന്ന പോലെ സത്സംഗം നടത്താനായിട്ട് ശ്രദ്ധിക്കാം. പൂർണ്ണമായിട്ടും പറ്റില്ലെങ്കിലും പറ്റുന്ന പോലെ ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഫെബ്രുവരി 1, 2, 3 ദിവസങ്ങളിൽ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ ഭഗവാന്റെ കൂടെ ഇരുന്ന് നാമം ജപിക്കാനാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ പറയട്ടെ. അടുത്ത് ഈ തൃശ്ശൂർ ജില്ലയിലെ നെല്ലായിക്കടുത്ത് പന്തല്ലൂർ എന്നുള്ള ഗ്രാമത്തിലാണ് നമ്മുടെ മുല്ലോർലി തേവരുടെ ക്ഷേത്രം. ഗുരുവായൂരപ്പന് സമമായിട്ടുള്ള അതേ പരിപൂർണ ബ്രഹ്മം തന്നെയാണ്. അത്രയും ശക്തിയുള്ള ആ ഒരു ഭഗവാൻ തന്നെയാണ്. യാതൊരു തിരക്കുമില്ലാണ്ട് ഗുരുവായൂരപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്നെല്ലാം പ്രശ്നവിധി പ്രകാരം തെളിഞ്ഞിരിക്കണ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രസാദൂട്ടിന് വരാനായിട്ട് 29-ാം തീയതിയാണ് പ്രസാദൂട്ട്. അന്ന് 9:30 മുതൽ നാമജപം ഉണ്ടാവും, പിന്നെ സത്സംഗം ഉണ്ടാവും. അപ്പോൾ അതിന് സാധിക്കുന്നവരൊക്കെ വന്നു ചേരാനായിട്ട്, കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് നാമജപമാണെന്ന് നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നാമജപിക്കാനായിട്ട് വരാൻ സാധിക്കുന്നവരൊക്കെ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം അല്ല ഇത്ര ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇന്ന് 26-ാം തീയതി ആയിട്ടുള്ള 27, 28, 29. അപ്പോൾ ഇനിയുണ്ട് ദിവസം. അപ്പോൾ പറ്റുന്നവരൊക്കെ വരണം. നമുക്ക് എല്ലാവർക്കും കൂടി നാമം ജപിക്കണം. ഭഗവാന് ഒരുപാട് സന്തോഷം ആ നാമജപമാണ്. അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് നാമജപത്തിലൂടെയാണ് എന്ന് ഭഗവാൻ തന്നെ നമ്മളോട് അരുളി ചെയ്ത ആ അനുഭവമായിരുന്നു നമുക്ക് ഓരോരുത്തരും അനുഭവിച്ചത്. അപ്പോൾ എല്ലാവരും വരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വരാൻ സാധിക്കുന്ന എല്ലാവരും എത്തിച്ചേരണം. ഇനി നമുക്ക് ആ അമ്മ പറഞ്ഞ അനുഭവം പറയാം. അമ്മേ രാധ, ഞാൻ അവരെഴുതിയത് അങ്ങനെ തന്നെ വായിക്കുകയാണ് കേട്ടോ. കഥ പറയണ പോലെയല്ലല്ലോ അനുഭവം, അതുകൊണ്ട് വായിക്കുകയാണ്. അമ്മേ രാധേശ്യാം, എൻ്റെ പേര് സുമതി ഹരിഹരൻ എന്നാണ്. ആലപ്പുഴ അടുത്താണ് താമസം. 1.5 വർഷം മുമ്പ് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. ധന്യം വൃന്ദാവനം എന്ന പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് അമ്മയുടെ ഫോൺ നമ്പർ ലഭിച്ചത്. എനിക്ക് അമ്മയ്ക്ക് എന്നെ ഓർമ്മ കാണുമോ എന്ന് അറിയില്ല. ഒരുപാട് പേര് അമ്മയെ വിളിക്കുന്നതല്ലേ. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി. ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. 2 പേർക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരുപാട് മരുന്നുകൾ കഴിച്ചു. അവസാനം എല്ലാം നിർത്തിവെച്ചു. ആ സങ്കടം പറയാനാണ് ഞാൻ അമ്മയെ വിളിച്ചത്. അമ്മ എന്നോട് ലിഖിത നാമജപത്തെ പറ്റി പറഞ്ഞു തന്നിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും മകളും അവളുടെ ഭർത്താവും അമ്മ പറഞ്ഞു തന്നതുപോലെ മുടങ്ങാതെ നാമം എഴുതി തുടങ്ങിയിട്ട് 6 മാസമായപ്പോൾ തന്നെ എൻ്റെ മോള് ഗർഭിണിയായി. 3-ാം മാസമായപ്പോൾ ഞാൻ ആ വിവരം അമ്മയോട് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ഓർമ്മ കിട്ടണില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ. പക്ഷെ അമ്മ അത് ലൈവിൽ പറഞ്ഞിരുന്നു. അത് അതേ സമയത്ത് ലൈവിൽ പറഞ്ഞിരുന്നു. എൻ്റെ മോള് പ്രസവിച്ചു, ഉണ്ണിക്കണ്ണനാണ്. അതും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാണ് പറയണത്. അമ്മേ, ഞങ്ങൾ മോന് സുദർശൻ എന്നാണ് പേരിട്ടത്. ഇന്ന് മോൻ്റെ ചോറൂണാണ്. അമ്മ പറഞ്ഞത് പോലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തു. ലിഖിത നാമജപം കൊണ്ട് ആ നാമം എഴുതിയ പുസ്തകം അതാ ഉദ്ദേശിച്ചത്. തുലാഭാരം നടത്തി. എല്ലാം ഭഗവാന്റെ കാരുണ്യം. എന്നെ
എന്നെങ്കിലും ഒരിക്കൽ അമ്മയെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതും ഭഗവാൻ സാധിച്ചു തരും. അമ്മയ്ക്ക് എന്നും നല്ലത് വരാൻ ഞങ്ങളുടെ കുടുംബം മുഴുവനും പ്രാർത്ഥിക്കണം. ഹരി ഓം രാധേശ്യാം. എന്തായാലും ആ വാവയ്ക്കും അമ്മയ്ക്കും അച്ഛനുമൊക്കെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മറ്റൊരു അവരുടെ പേര് ഞാൻ മറന്നു, എനിക്കത്ര ഓർമ്മ കിട്ടണില്ല. അതുകൊണ്ട് അവരും പറഞ്ഞിരുന്നു ഇങ്ങനെ അവരുടെ മകൾക്ക് കുട്ടിയുണ്ടായ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഗുരുവായൂർ കൊടുക്കണം ലിഖിത നാമജപം, അടുത്തുള്ള അമ്പലത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ ഗുരുവായൂർ കൊണ്ടുപോയി ലിഖിത നാമജപം കൊണ്ട് തുലാഭാരം ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് കുട്ടിയുടെ തൂക്കത്തിൽ കുറച്ച് കുറവ് വന്നപ്പോൾ അവർ അതിന് പകരം എന്തോ വച്ച് അതിൻ്റെ പൈസ അവിടെ ഭണ്ഡാരത്തിലിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അപ്പോൾ നാമം എഴുതിയതൊക്കെ ഭണ്ഡാരത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് പൈസ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഉളനാട് ഞാൻ അവിടെ അവരുടെ മകൾക്ക് കുട്ടികളുണ്ടാവണമെന്ന് ഞാൻ അവിടെ പോയപ്പോൾ വെണ്ണ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹരേകൃഷ്ണ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെണ്ണ സമർപ്പണം, അമ്മ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയി വെണ്ണ സമർപ്പിച്ചോളാം. അപ്പോൾ എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയാൽ താമസ സൗകര്യമുണ്ട്, ഇപ്പോൾ പഴയ പോലെയല്ല, മുറിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ പോയി അവിടെ താമസിച്ച് കുഞ്ഞുവാവയ്ക്ക് ഒരു വഴിപാടൊക്കെ നടത്തി അവിടെ ചോറൊക്കെ കൊടുത്തു എന്നുള്ള സന്തോഷ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അവരയച്ചു തന്ന ഫോട്ടോ ആണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോറ് കൊടുക്കുന്ന ഫോട്ടോ ആണ് അയച്ചു തന്നത്. പിന്നെ ഉളനാടും പോയിട്ട് വഴിപാടൊക്കെ ചെയ്തു. ഭഗവാന്റെ മുമ്പിൽ ആ കുട്ടിയെ തുലാഭാരം അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. വേണ്ടതുപോലെ അതിൽ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരല്പമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ആ കുഞ്ഞുവാവയ്ക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാ വിവരങ്ങളും അറിഞ്ഞപ്പോൾ. അവയുടെ പേരെന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതൊക്കെ ഓർമ്മയില്ല, അത് ഞാൻ ഉണ്ടോയെന്ന് നോക്കിയതാണ്, അത് കാണാനില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഈ രണ്ട് സന്തോഷവും പങ്കുവയ്ക്കാം. പിന്നെ നമുക്ക് ജയശ്രീ അമ്മ പറഞ്ഞു തന്ന ആ ഒരു കഥ, അതും എനിക്ക് നല്ല ഇഷ്ടമായൊരു കഥ കേട്ടോ. കഥ ആദ്യം ഞാൻ പറഞ്ഞു, ജയശ്രീ അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ പറയൂ, അമ്മയുടെ ശബ്ദത്തിൽ പറയൂ, അപ്പം ഞാനിത് ഇതിൽ പറയാം. അപ്പം അമ്മ അത് അങ്ങനെ പറഞ്ഞു. പിന്നെ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്. എനിക്ക് പറയാൻ കൊതിയായിട്ട് പറയുകയാണ്, വേണ്ടതുപോലെ ആവുമോയെന്നറിയില്ല. എന്നാലും നമുക്ക് ആ അമ്പാടിയിലെ ആ കഥകൾ ഒന്ന് കേൾക്കാം. ജയശ്രീ അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞ് ഭഗവാൻ ആ അമ്മയുടെ ഹൃദയത്തിൽ ആടിയ ലീലകൾ. അമ്പാടിയിലെ ഭവനങ്ങളിൽ ഗോപികമാരെല്ലാം നല്ല തിരക്കിലാണ്. വീട്ടുജോലികൾ പെട്ടെന്ന് തീർത്തിയിട്ട് കണ്ണനെ കാണാൻ പോകണം. യശോദാമ്മയ്ക്ക് ഉണ്ണി പിറന്നതിൽ പിന്നെ ഗോപീഗോപന്മാർക്കെല്ലാം സദാസമയവും ആ കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തയാണ്. കണ്ണനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. കണ്ണന് നൽകാൻ പാലോ വെണ്ണയോ എന്തെങ്കിലും കയ്യിൽ കരുതും. ഹരിനാരായണ ജയനാരായണ ശ്രീനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തജനപ്രിയ ഗോവിന്ദ. ശ്രീവത്സാംഗിത ഗോവിന്ദ.
എന്നിങ്ങനെ നാമങ്ങൾ ഈണത്തിൽ ചൊല്ലിക്കൊണ്ട് അവരവരുടെ ജോലികളെല്ലാം വേഗത്തിൽ ചെയ്തു. വേലികളോ മതിലുകളോ ഒന്നും ഇല്ലാണ്ട് അടുത്തടുത്താണ് വൃന്ദാവനത്തിലെ ഭവനങ്ങൾ. അതുകൊണ്ട് തന്നെ അടുത്ത വീടുകളിലുള്ളവരോട് നമുക്ക് സംസാരിക്കാം. ഉറക്കെ വിളിച്ച് സംസാരിച്ചാൽ കേൾക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. അതാണ്. അപ്പോൾ അതാ ഇടയ്ക്കിങ്ങനെ ചില ഈ നാമജപത്തിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ കേൾക്കാം. എന്താ, ചന്ദ്രലേഖേ, നീ ഇന്ന് എന്താണ് കണ്ണന് കൊണ്ടുപോകുന്നത്? നീലാംബരി, ഞാൻ നറുവെണ്ണയാണ് എടുക്കുന്നത്, നീ പാലെടുത്തോളൂ. അപ്പോൾ ചമ്പലത പറഞ്ഞു, അതൊക്കെ ശരി, ഞാനാണ് കേട്ടോ ഇന്ന് കണ്ണനെ കുളിപ്പിക്കുന്നത്, അതിനിനി വേറൊരു തർക്കം വേണ്ട. വിശാഖ ഉറക്കെ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ സഖി, നീ കണ്ണനെ കുളിപ്പിക്കുന്നു, ഞാൻ കണ്ണനെ ഒരുക്കുന്നു, അതിലിനി ഒരു മാറ്റവും ഇല്ല. അങ്ങനെ കണ്ണനെ കാണാനുള്ള ഉത്സാഹത്തിലാണ് എല്ലാവരും. ചെറിയ കുട്ടികൾക്ക് കണ്ണനെ കളിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ്. മുതിർന്ന കുട്ടികൾക്ക് കണ്ണനൊന്ന് വേഗം വളർന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. എങ്കിലല്ലേ കണ്ണനും ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ എങ്കിലല്ലേ കണ്ണൻ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ കണ്ണനും ഞങ്ങളുടെ കൂടെ വരൂ. ആ കുട്ടികൾ അതാലോചിക്കുകയാണ്, വലുതായാലല്ലേ കണ്ണൻ ഞങ്ങളുടെ കൂടെ വരുള്ളൂ എന്ന്. ബലരാമൻ കഷ്ടിച്ച് പിടിച്ചു നടക്കാൻ തുടങ്ങി. കണ്ണൻ മുട്ടുകുത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. സർവം കൃഷ്ണമയമാണ് അമ്പാടിയിലെ വീടുകളിൽ. നമുക്കും ആ നന്ദഭവനത്തിലേക്കൊന്ന് പോയാലോ? നോക്കൂ, അവിടെ രാമനും കൃഷ്ണനും ഉറക്കത്തിലാണ്. കുട്ടികൾ ഇടയ്ക്ക് ഉണർന്നാൽ അറിയണം എന്ന് കരുതി രോഹിണിയും യശോദയും അവരെ പതുക്കെ എടുത്തു കൊണ്ടുവന്ന് അടുക്കളയുടെ അടുത്തുള്ള തളത്തിൽ താഴെ കട്ടിയുള്ള പുതപ്പൊക്കെ വിരിച്ച് അതിൽ കിടത്തി. അമ്മമാർ കുറച്ചു നേരം അരികിലിരുന്ന് താരാട്ടുപാടി. കുട്ടികൾ ശാന്തമായി ഉറങ്ങിയത് കണ്ട് അവർ അടുക്കളയിലേക്ക് നീങ്ങി. നാരായണം ഭജേ നാരായണം, നാരായണം ഭജേ നാരായണം, നാരായണം ഭജേ നാരായണം, ലക്ഷ്മി നാരായണം ഭജേ നാരായണം എന്നിങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ഓരോരോ വേലകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണർന്നോ എന്ന് യശോദ പോയി നോക്കി. അവർ ശാന്തമായി ഉറങ്ങുന്നത് കണ്ട് പുഞ്ചിരിയോടെ തിരിച്ചു വന്ന് ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ കാണാനില്ല. യശോദാമ്മ പരിഭ്രമിച്ചു. രോഹിണി, കുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. പാവം യശോദാമ്മ. മുൻപ് കുട്ടികളെ അപായപ്പെടുത്താൻ പല രൂപത്തിൽ കംസൻ്റെ അനുയായികൾ വന്നിരുന്നുവല്ലോ. അതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് അമ്മയുടെ മനസ്സിലേക്ക് ഓടി വന്നു. അമ്മയുടെ കയ്യും കാലും വിറച്ചു. കുട്ടികളെ കാണാതായപ്പോൾ ആരെങ്കിലും വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോയിരിക്കുമോ എന്ന് പേടിച്ചു. ദേഹം വിറച്ച യശോദാമ്മയ്ക്ക് അതാ തല ചുറ്റുന്നത് പോലെ തോന്നി. എങ്ങനെയോ യശോദാമ്മ പുറത്തെത്തി. പെട്ടെന്ന് യശോദാമ്മയുടെ മുഖത്ത് ആശ്വാസവും സന്തോഷവും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുപോലെ കഥ നോക്കി പറയുമ്പോൾ എങ്ങനെയാണ്, അത് തന്നെത്താൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരല്ലേ. പെട്ടെന്ന് യശോദാമ്മയുടെ മുഖത്ത് സന്തോഷവും അത്ഭുതവും നിറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയം രോഹിണിയും പുറത്തു വന്നു. രോഹിണിക്കും അത്ഭുതം. അതാ ഇന്നലെ വരെ പിടിച്ചു നടന്നിരുന്ന ബലരാമൻ വേഗത്തിലൂടെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കണ്ണൻ മുട്ടുകുത്താൻ ശ്രമിച്ചുകൊണ്ട് ഇടയ്ക്കിടെ വീഴുകയും കരയുകയും ചെയ്തിരുന്ന കണ്ണൻ ചേട്ടൻ്റെ പിന്നാലെ വേഗത്തിൽ മുട്ടുകുത്തി പോകുന്നു. കണ്ണൻ്റെ ഇടതുഭാഗം ചേർന്ന് കണ്ണന് പ്രിയപ്പെട്ട പൂച്ചക്കുഞ്ഞ് പമ്മി നടക്കുന്നുണ്ട്. കണ്ണനെ വീഴാതെ മുമ്പിലോട്ട് നാം കൊണ്ടുപോകുന്നത് ഞാനാണെന്നാണ് ആ പൂച്ചയുടെ ഭാവം. കണ്ണൻ ഇടയ്ക്ക് ഇടതുമുട്ട് അല്പം പിന്നിലേക്ക് കയറ്റി വെച്ച് കഴുത്ത് ചരിച്ച് ആ പുറകിലേക്ക് നോക്കി അമ്മമാരെ കണ്ട് ചിരിച്ചു. എന്തു മനോഹരമായ പുഞ്ചിരിയാണ്. ആ കാതിലണിഞ്ഞിരിക്കുന്ന വെളുത്ത മുത്തുപതിച്ച കർണാഭരണത്തിൻ്റെ തിളക്കം ആ കവിളത്ത് തട്ടുന്നുണ്ട്. കഴുത്തിലണിഞ്ഞ മാലയിൽ കോർത്ത് കുഞ്ഞു നവരത്ന പതക്കം മനോഹരമായ താടിക്ക് കുറച്ച് താഴെയായി നിൽക്കുന്നുണ്ട്. പൊന്നരഞ്ഞാണവും പൊന്തളകളും മുത്തുപതിപ്പിച്ച വളകളും കണ്ണിൻ്റെ സ്പർശം മൂലമുള്ള ആനന്ദത്തിൽ അതാ ഉല്ലസിക്കുകയാണ്. ഭംഗിയിൽ യശോദാമ്മ കെട്ടിവെച്ചിരിക്കുന്ന മുടി അല്പം അഴിഞ്ഞ്
2-3 കുറുനിരകൾ നെറ്റിയിൽ വീണ് കിടക്കുന്നുണ്ട്. കൺമഷിയും നെറ്റിയിലെ കളഭവും മുഖത്താകെ പടർന്നിട്ടുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് കണ്ണൻ കുഞ്ഞി പല്ലുകൾ കാണിച്ച് ചിരിച്ച് അമ്മമാരെ നോക്കി ചിരിച്ചു. പ്രപഞ്ചത്തെ മുഴുവനും മയക്കുന്ന മന്ദഹാസം കണ്ട അമ്മമാർ സന്തോഷത്തോടുകൂടി നോക്കി നിന്നു. അയ്യോ, പെട്ടെന്ന് അതാ ആ നിൽപ്പിൽ നിന്ന് കുഞ്ഞിക്കണ്ണൻ്റെ ബാലൻസ് പോയി. കണ്ണൻ മുഖം കുത്തി അതാ ഒറ്റ വീഴ്ച. വീണതും കണ്ണൻ ഉറക്കെ കരഞ്ഞു. കണ്ണൻ്റെ കരച്ചിലിനേക്കാൾ ഉച്ചത്തിലായിരുന്നു യശോദാമ്മയുടെ കരച്ചിൽ. ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ച് രാമനും കരയാൻ തുടങ്ങി. പൂച്ചക്കുറിഞ്ഞിയും കരഞ്ഞുകൊണ്ട് കണ്ണനെ ചെന്ന് മുട്ടിയുരുമ്മി സമാധാനിപ്പിക്കാൻ നോക്കി. അമ്മമാർ 2 പേരും ഓടിച്ചെന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ആശ്വസിപ്പിച്ചു. അകത്ത് കൊണ്ടുപോയി കണ്ണൻ്റെ മുഖമെല്ലാം നന്നായി കഴുകി. എന്തെങ്കിലും ചതവോ മുറിവോ പറ്റിയോ എന്ന് യശോദമ്മ പരിഭ്രമത്തോടെ നോക്കി. ഹാവൂ, ആശ്വാസം, കണ്ണന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നമ്മുടെ കണ്ണന് എന്ത് കുഴപ്പമുണ്ടാവാനാണല്ലേ. ആശ്വാസത്തോടെ യശോദാമ്മ കണ്ണനെ തോളത്തിട്ട് പുറത്ത് സാവധാനം തലോടി ആശ്വസിപ്പിച്ചു. കണ്ണാ, അമ്മയുടെ ഉണ്ണി ചാടിയതല്ലേ, ഒന്നുമില്ല കേട്ടോ, ഉണ്ണിക്ക് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. കണ്ണൻ ആ സമയം മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ഇനി എന്താ അടുത്ത കുറുമ്പ് കാണിക്കേണ്ടതെന്ന് ചിന്തിച്ച് അമ്മയുടെ കഴുത്തിൽ കൂടി ചുറ്റിയ ഇടത് കൈയുടെ തള്ളവിരൽ കുടിക്കാൻ തുടങ്ങി. മറ്റേ കൈകൊണ്ട് അമ്മ സമാധാനിപ്പിക്കുന്നത് പോലെ അമ്മയുടെ പുറത്തു തട്ടി അമ്മയെ സമാധാനിപ്പിച്ചു. കണ്ണാ, ഈ മനോഹരമായ കാഴ്ച മനസ്സിൽ മായാതെ നിൽക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ ശ്രീകൃഷ്ണ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്രയും മനോഹരമായ, ഇത്രയും സുഗന്ധം നിറഞ്ഞ അക്ഷരപ്പൂക്കൾ സമർപ്പിച്ച ജയശ്രീ ചേച്ചിയുടെ പാദത്തിലും നമസ്കരിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കളെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? എല്ലാവരും എഴുതൂ ഇതുപോലെ കഥകൾ. എല്ലാവരും എഴുതണം, എല്ലാവരും എഴുതൂ കഥ. അതുപോലെ എല്ലാവരും ഭഗവാന്റെ ആ ഓരോരോ രംഗങ്ങളെ ആലോചിച്ചു കൊണ്ട് എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, കഥകൾ എഴുതുക. അതൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ ഈ സത്സംഗത്തിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും. അപ്പോൾ അവർക്കും ആ ഭഗവാനോട് കൂടുതൽ കൂടുതൽ പ്രേമം ഉണ്ടാവാൻ നമ്മളുടെ ഒരു എന്താ പറയുക, ഭഗവാന് ചെയ്യുന്നൊരു സേവ പോലെ നമുക്കത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. ഇനി അടുത്ത ദിവസം ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ ആരെങ്കിലുമൊക്കെ എഴുതി തന്നാൽ അത് പറയാം. പിന്നെ അതുപോലെ അനുഭവങ്ങൾ പറയാം. ഇതുകൂടാണ്ട് നമ്മുടെ പതിവ് ആയിട്ടുള്ള നാമജപവും സത്സംഗവും ഒക്കെ വേറെയും ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മനസ്സും ശാന്തവും സമാധാനവും ആവട്ടെ. ഓരോരുത്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഇല്ലാതാവട്ടെ, നാമജപം കൊണ്ട് ഇല്ലാണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ നമസ്തേ. ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.